ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു പുസ്തകത്തെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. മൊത്തം രണ്ട് വാക്കുകളിലൊരു പേരാണ് ഈ പുസ്തകത്തിന്. രണ്ടാമത്തെ വേർഡ് കിണർന്നാണ്. അതിന്റെ മുന്നിൽ ഒരു മനുഷ്യന്റെ പേരുമാണ്. ഞാൻ ഈ പുസ്തകം കാണിച്ചു തരാം. അബ്ദുള്ളക്കുട്ടി എടവണ്ണ രചിച്ച റിയാന്റെ കിണർ. ഇത് റിയാൻ എന്ന് പറഞ്ഞൊരു കുട്ടീന്റെ കഥയാണ് കേട്ടോ. റിയാനാണ് കേട്ടോ ഇതിലത്തെ ഒരു മെയിൻ കഥാപാത്രം. അവൻ കൊച്ചു കുട്ടിയാകുമ്പോ തുടങ്ങിയൊരു സംഭവമാണ് കേട്ടോ. എന്താന്ന് വെച്ചാ ടീച്ചർ ഒരു കഥ പറയായിരുന്നു. അപ്പോ അതിൽ പറയുണ്ടായിരുന്നു ആഫ്രിക്കയിലത്തെ കുട്ടികളും വലിയവരും അതിൽ കുട്ടികൾ ശുദ്ധവെള്ളം കിട്ടാതെ മരിച്ചു പോകുന്നുണ്ടെന്ന്. അത് കേട്ടപ്പോ റിയാന് വല്ലാതൊരു വിഷമായി. റിയാൻ കാനഡയിലാണ് കേട്ടോ, പക്ഷെ സൗത്ത് ആഫ്രിക്കയുടെ കാര്യമാണ് ഇവൻ ഡയറക്റ്റ് ആലോചിച്ചത്. അപ്പൊ അവർക്ക് ശുദ്ധജലം കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ പോരാടുകയാണ്. പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു കുഴൽക്കിണർ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഇവൻ സ്വയം ഉണ്ടാക്കുകയാണ്. അത് എങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ അമ്മടിയും അച്ഛന്റെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്. വെറുതെ അല്ല കേട്ടോ. അവന്റെ വീട്ടിലത്തെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ആക്കും, ടേബിളൊക്കെ ക്ലീൻ ആക്കും, അടിച്ചു വാരും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കൂലി കൊടുക്കണ പോലെ കൊടുക്കാൻ തുടങ്ങി. അതിന് തുടങ്ങി. പക്ഷെ പിന്നെ അവൻ വലിയ സംഭവമായിട്ടോ. അവൻ ആദ്യം $75 ഉണ്ടാക്കിയത്. ശേഖരിച്ച് $75 കുഴൽക്കിണർ ഉണ്ടാക്കുന്നതിന് $75 മതിയായിരിക്കും എന്നാണ് ഈ ടീച്ചർ പറഞ്ഞത്. പക്ഷെ അപ്പൊ ഇവൻ $75 വേണ്ടി മുന്നേറി. പക്ഷെ അത് മാത്രല്ല, അത് കഴിഞ്ഞിട്ട് ഇവനും ഇവന്റെ കുടുംബവും ഈ കുഴൽക്കിണറിനൊരു ഏതെങ്കിലും ഒരു കമ്പനീനെ കണ്ടുപിടിക്കണല്ലോ ഉണ്ടാക്കാൻ. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചപ്പോ അവര് പറയുന്നുണ്ട് ഇതിന് $2000 വേണമെന്ന്. അപ്പൊ $2000 മതിയായിക്കെന്ന് വെച്ചിട്ട് ശരി ഞാൻ ഉണ്ടാക്കാം, എത്രയാണ് വേണ്ടിച്ച ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ $2000 ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. $2000 ആയി. പിന്നെ ഇവൻ കഷ്ടപ്പെടേണ്ടി വന്നു. കാരണം ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ, അതായത് ഇപ്പൊ $2000 ആൾക്കാരല്ലേ, മെഷീൻസ് വെച്ചിട്ടാണെങ്കിൽ ഒന്നുകൂടി ആഴത്തിൽ പോയിട്ട് കുഴൽക്കിണർ ഒന്നുകൂടി ആഴത്തിലേക്ക് പോകും. പക്ഷെ ഇത് $2000 മനുഷ്യന്മാര് ചെയ്യുമ്പോൾ അതത്ര കറക്റ്റ് ആയില്ല എന്നാണ് ആ കമ്പനി പറഞ്ഞത്. ഇവനതൊന്നും വിഷയം ഉണ്ടായിരുന്നില്ല. ഇതിന് എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചു. $25,000 പറഞ്ഞ് തീരുന്നതിന്റെ മുമ്പേ ഇവൻ ശരി ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ വേൾഡ് ഫേമസ് ആയിട്ടോ. ഇവന് വേണ്ടിയിട്ട് സഹായത്തിനായിട്ട് കുറെ പേര് വരുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് നിങ്ങളാണ് ഇത് വായിച്ചിട്ട് പറയേണ്ടത്. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിലെ ഉഗാണ്ടയിലാണ് കേട്ടോ ഇവര് ഈ കുഴൽക്കിണർ ഉണ്ടാക്കുന്നത്. അവിടുന്ന് ഇവനൊരു കൂട്ടുകാരനും കിട്ടുന്നുണ്ട്. അതാരായിരിക്കും? റിയാന്റെ കൂട്ടുകാരൻ കുഞ്ഞാവുമ്പോ ഇവന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടത് ഒരു കലാപകാരികളുടെ ഒരു കലാപത്തിൽ വെച്ചിട്ടായിരുന്നു. ആ കലാപകാരികള് പിന്നെയും ഉഗാണ്ടയ്ക്ക് വന്നു. കലാപകാരികൾ വന്നിട്ട് റിയാന്റെ കൂട്ടുകാരനെ ആക്രമിക്കുമ്പോ ഈ റിയാൻ എന്തോ കൂട്ടുകാരന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതെന്താണെന്നും നിങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ ആ കൂട്ടുകാരന്റെ പേരെന്താണെന്നും നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനുശേഷം റിയാനും ജിമ്മിക്കും സമാധാനം ഉണ്ട്. പിന്നെ വളരെ ഹാപ്പി ആയിട്ട് താമസിക്കുന്നുണ്ട്. അവര് രണ്ടുപേരും വെവ്വേറെ സ്ഥലത്താണോ അതോ ഒരുമിച്ചാണോ, അതൊക്കെ നിങ്ങളാണ് കേട്ടോ കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ പുറംചട്ടയിൽ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ വായിക്കാം. ഭൂമിയിലുള്ള എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാകുന്ന ദിവസം ഞാൻ സ്വപ്നം കാണുന്നു. അതൊരു വലിയ സ്വപ്നമാണെന്ന് എനിക്കറിയാം. എന്നാൽ ആത്മാർത്ഥമായ ആഗ്രഹവും കഠിന പരിശ്രമവും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാകുമെന്ന് ഞാൻ പഠിച്ചു. ഒരു കൊച്ചു ബാലൻ ഉത്കടമായ ഇച്ഛാശക്തി കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിന്ന നന്മ കൊണ്ടും വളർത്തിയെടുക്കുകയും ഇന്നും സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ വിജയകഥയാണിത്. കുട്ടികൾ ആത്മവിശ്വാസം വളർത്തുന്ന പ്രചോദനാത്മകമായ ജീവചരിത്രം. ഇതൊരു റിയൽ കഥയുണ്ടോ. ജലത്തിനായി ഒറ്റയ്ക്ക് പോരാടിയ ഒരു കുട്ടിയുടെ അസാധാരണ ജീവിതകഥ. അപ്പൊ റിയാന് വേണ്ടിയിട്ട് ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഈ പൈസക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ ഏതൊരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതും ഇത്തിരി ഫേമസ് ആണ് കേട്ടോ.
ആ കമ്പനി ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. കുറച്ച് ടാസ്കുകൾ ഉണ്ട് ഇതില്. വായിച്ച സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എല്ലാം നമുക്ക് കീറി മുറിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ പുസ്തകത്തിന്റെ ഏറ്റവും അവസാനം ഈ പൈസ ഇട്ട് കൊടുക്കണ ആൾക്കാരുണ്ടല്ലോ, അതിൽക്ക് നമുക്കും പങ്കാളിയാവാൻ വേണ്ടിയിട്ട് ഇതില് ബന്ധപ്പെടേണ്ട വിലാസം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇതിന്റെ ബന്ധപ്പെടേണ്ട വിലാസം കാണിച്ചു തരാം. ഞാൻ ഇനി ഇതിലത്തെ ഓദറിനെ കുറിച്ച് കുറച്ച് പറയാം. ഓക്കെ. ചാലിയാർ തീരഗ്രാമമായ എടവണ്ണയിൽ ജനിച്ചു. റിട്ടയർഡ് DDE മുഹമ്മദ് അലി മാസ്റ്ററുടെയും VP മഹിയുമ്മയുടെയും മകൻ. എടവണ്ണ ഗവൺമെന്റ് ഹൈസ്കൂൾ മമ്പാട്, MES കോളേജ് മലപ്പുറം, ഗവൺമെന്റ് കോളേജ്, ഫാറൂഖ് ട്രെയിനിങ് കോളേജ് കോഴിക്കോട്, ഭാരതീയ വിദ്യാഭവൻ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. മലയാള സാഹിത്യത്തിൽ പത്രപ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്നു. സമാന്തര പ്രസിദ്ധീകരണമായ ലിറ്റിൽ മാസികയുടെ കോർഡിനേറ്റിംഗ് എഡിറ്ററാണ്. നന്നങ്ങാടിയും ഫോട്ടോഷോപ്പും കഥകൾ. പദപ്രശ്നം കളിക്കാം പഠിക്കാം ബാലസാഹിത്യം. മനുവിന്റെ സ്വപ്നങ്ങൾ ബാലസാഹിത്യം എന്നിവ കൃതികൾ. അപ്പൊ ഇത്രയാണ് അബ്ദുള്ളക്കുട്ടി എടവണ്ണയെ കുറിച്ച് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മിന്നാമിന്നിയാണ്. 110 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. 64 പേജും ഉണ്ട്. അപ്പോ എല്ലാരും ഈ പുസ്തകം വായിച്ചു നോക്കുക. താങ്ക് യു.